ജീവിതത്തിലെ ഏറ്റവും സാധാരണമായി തോന്നുന്ന സംഭവങ്ങൾ ചിലപ്പോൾ എത്രത്തോളം അത്ഭുതകരവും നിഗൂഢവുമാകാറുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, കുളിക്കുമ്പോൾ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുന്ന അനുഭവം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. ഇതൊരു സാധാരണ ശാരീരിക പ്രക്രിയ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ഈ ചെറിയ അനുഭവം പോലും ജീവിതത്തിന്റെയും ബോധത്തിന്റെയും ആഴങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ശാരീരിക പ്രക്രിയ മാത്രമാണോ, അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും വലിയ രഹസ്യം മറഞ്ഞിരിപ്പുണ്ടോ? പരമഹംസ യോഗാനന്ദനെപ്പോലുള്ള ഒരു മഹാനായ യോഗി ഇതിലും ഒരു അത്ഭുതം മറഞ്ഞിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്തായിരിക്കും? സുഹൃത്തുക്കളെ, ഈ ചോദ്യം കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. പക്ഷേ ജീവിതത്തിലെ ഓരോ ചെറിയ അനുഭവത്തിനും നമ്മെ ആഴത്തിലുള്ള സത്യങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് സത്യം. നമ്മൾ സാധാരണമാണെന്ന് കരുതുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സാധാരണ സംഭവങ്ങൾ തന്നെ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലായി മാറിയേക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കുളിക്കുമ്പോൾ ശരീരത്തിൽ ജലധാര വീഴുന്നു. ഈ ജലധാര ശരീരത്തെ വൃത്തിയാക്കുക മാത്രമല്ല, നിങ്ങളുടെ നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഊർജ്ജത്തെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ സ്പർശനത്തിലൂടെ ശരീരത്തിന് ഒരുതരം അയവ് ലഭിക്കുന്നു, പിരിമുറുക്കം കുറയുന്നു. ചിലപ്പോൾ ഇത് എത്രത്തോളം ആശ്വാസം നൽകുന്നുവെന്നാൽ ശരീരം അതുവരെ പിടിച്ചുവച്ചിരുന്ന വികാരങ്ങളെയും സമ്മർദ്ദങ്ങളെയും സ്വതന്ത്രമാക്കുന്നു. ഈ നിമിഷത്തിലാണ് പലപ്പോഴും മൂത്രമൊഴിക്കാനുള്ള അനുഭവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് യോഗാനന്ദൻ ഇതിനെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ജീവിതത്തിലെ ഓരോ പ്രക്രിയയും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. ശരീരം കേവലം എല്ലുകളുടെയും മാംസത്തിന്റെയും ഒരു കൂട്ടമല്ല, മറിച്ച് അത് ആത്മാവിന് അനുഭവങ്ങൾ നൽകുന്ന ഒരു ക്ഷേത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മാവ് ശരീരത്തെ അനുഭവിക്കുമ്പോൾ ഓരോ സംവേദനവും ഓരോ പ്രതികരണവും ആഴത്തിലുള്ള ഒരു സന്ദേശം വഹിക്കുന്നു. കുളിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും അയവും കേവലം പുറമേയുള്ള വൃത്തിയാക്കൽ മാത്രമല്ല, അത് ഉള്ളിലെ ശുദ്ധീകരണം കൂടിയാണ്. ശരീരം ആ സ്വാഭാവിക അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് സ്വയം ഭാരം ഇറക്കിവെക്കുന്നു. ഈ പ്രക്രിയ സാധാരണമായി തോന്നാം, എന്നാൽ പ്രകൃതി എത്ര കൃത്യമായും സൂക്ഷ്മമായും പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. കുട്ടികൾ യാതൊരു മടിയുമില്ലാതെ ചിരിക്കുകയും കരയുകയും അല്ലെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഓരോ പ്രവൃത്തിയും വളരെ സ്വാഭാവികമാണ്. അവർ പ്രകൃതിയോട് തികഞ്ഞ ഇണക്കത്തിലാണ് ജീവിക്കുന്നത്. പതിയെ നമ്മൾ വളരുംതോറും ഈ സ്വാഭാവികത നമുക്ക് നഷ്ടപ്പെടുന്നു. എല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. മൂത്രമൊഴിക്കാൻ തോന്നുന്നത്, ഉറക്കം വരുന്നത്, വിശക്കുന്നത്, ഇവയെല്ലാം ജീവിതം അതിന്റേതായ ഒഴുക്കിൽ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ സൂചനകളാണ്. ഇതൊക്കെ കുളിപോലുള്ള പവിത്രമായ നിമിഷത്തിൽ സംഭവിക്കുമ്പോൾ അത് ശരീരവും ആത്മാവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ ഒരു നേർക്കാഴ്ച നൽകുന്നു. ഓരോ അനുഭവത്തെയും നമ്മളൊരു സാധനയാക്കി മാറ്റണമെന്ന് യോഗാനന്ദൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ധ്യാനമായി കഴിക്കുക. നടക്കുമ്പോൾ ഓരോ ചുവടും ധ്യാനത്തോടെ വയ്ക്കുക. കുളിക്കുമ്പോൾ വെറുതെ ശരീരം വൃത്തിയാക്കുകയാണെന്ന് ചിന്തിക്കാതെ ജീവിതത്തിന്റെ ഈ ഒഴുക്ക് നിങ്ങളുടെ ഉള്ളിലെ എല്ലാ സമ്മർദ്ദങ്ങളും ഭാരങ്ങളും കഴുകിക്കളയുകയാണെന്ന് അനുഭവിക്കുക. ഈ പ്രക്രിയയിൽ ശരീരം സ്വയം സ്വതന്ത്രമാകുമ്പോൾ ജീവിതത്തിലെ അത്ഭുതം വലിയ സംഭവങ്ങളിലല്ല, മറിച്ച് ചെറിയ നിമിഷങ്ങളിലാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് അത് നമ്മെ കാണിച്ചു തരുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഇതൊരു വെറും പുറമേയുള്ള വൃത്തിയാക്കലല്ല എന്ന് ഓർക്കുന്നുവെന്ന് കരുതുക. വെള്ളത്തിന്റെ ഓരോ തുള്ളിയും തന്റെ ശരീരത്തിൽ സ്പർശിച്ച് തന്റെ ക്ഷീണവും സങ്കടവും ഭാരവും ഒഴുക്കിക്കളയുകയാണെന്ന് അയാൾ ശ്രദ്ധിക്കുന്നു. ക്രമേണ കുളി അയാൾക്ക് വെറുമൊരു ശീലമല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു ധ്യാനമായി മാറിയെന്ന് അയാൾ മനസ്സിലാക്കും. ഈ പരിശീലനത്തിലൂടെ അയാളുടെ ബോധം ഉണരാൻ തുടങ്ങും. യോഗാനന്ദന്റെ സന്ദേശം ഇതായിരുന്നു: സാധാരണമായതിനെ അസാധാരണമാക്കുക. ദിവസവും നിങ്ങളുടെ മേൽ വീഴുന്ന അതേ വെള്ളം നിങ്ങളത് ശ്രദ്ധയോടെ അനുഭവിച്ചാൽ അത് ദൈവികതയുടെ സ്പർശമായി മാറുന്നു. നിങ്ങൾ തമാശയാക്കി തള്ളിക്കളയുന്ന അതേ സാധാരണ അനുഭവം ആഴത്തിൽ നോക്കിയാൽ അതിലും ജീവിതത്തിന്റെ രഹസ്യം ചുരുളഴിയാൻ തുടങ്ങും. ശാന്തമായ മനസ്സോടെ കുളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഭാരം കുറഞ്ഞതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും മനസ്സും ഉന്മേഷഭരിതമായതുപോലെ തോന്നും. ഇതാണ് ശരീരത്തിന്റെയും ആത്മാവിന്റെയും സന്തുലിതാവസ്ഥ. ഇതിൽ സ്വാഭാവികമായി നടക്കുന്ന മൂത്രവിസർജനവും ഈ സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. നമ്മൾ വിശ്രമത്തിലേക്കും സമാധാനത്തിലേക്കും പോകുമ്പോൾ ശരീരവും അതിന്റെ ഭാരം ഉപേക്ഷിക്കാൻ തുടങ്ങുന്നുവെന്ന് ഈ പ്രകൃതി നമ്മെ കാണിച്ചു തരുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഭാരങ്ങളെ മുറുകെ പിടിക്കാതിരിക്കുക, അവയെ ഉപേക്ഷിക്കുക, സ്വതന്ത്രരാകുക എന്ന പ്രകൃതിയുടെ സന്ദേശം. ഭാരം ഇറക്കിവെക്കാൻ പഠിക്കുന്നതുവരെ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാവില്ലെന്ന് യോഗാനന്ദൻ ആവർത്തിച്ചു പറഞ്ഞു. ഈ ഭാരം ശാരീരികം മാത്രമല്ല, മാനസികവും കൂടിയാണ്. കുളിക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഭാരം ഇറക്കിവെക്കുമ്പോൾ മനസ്സും അതിന്റെ ഭാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സാധാരണ അനുഭവം വെറുമൊരു ശാരീരിക പ്രതികരണം മാത്രമാണോ, അതോ പിടിച്ചുവെക്കുന്നതുപോലെ തന്നെ വിട്ടുകളയുന്നതും ജീവിതത്തിൽ പ്രധാനമാണെന്ന് നമ്മോട് പറയാൻ വന്നതാണോ? ഓരോ നിമിഷവും ഓരോ സംവേദനവും നമ്മെ ജീവിതത്തിന്റെ ആഴത്തിലുള്ള സത്യത്തിലേക്ക് നയിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണോ ഇത് വന്നത്? ഈ കാഴ്ചപ്പാടിനെയാണ് യോഗാനന്ദൻ അത്ഭുതമെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ സാധാരണ അനുഭവം എങ്ങനെ നമ്മെ ആത്മാവിന്റെയും ബോധത്തിന്റെയും രഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായി മാറുന്നതെന്നും മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ അടുത്ത ഭാഗത്തിലേക്ക് കൊണ്ടുപോകാം. ജീവിതത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിൽ ഒന്നും തന്നെ സാധാരണമായിട്ടില്ലെന്ന് പതുക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഓരോ ചെറിയ അനുഭവവും ഓരോ ചെറിയ സംവേദനവും ശരീരം ഏതൊരു കാര്യത്തോടും പ്രതികരിക്കുന്ന ഓരോ തവണയും ഇതെല്ലാം അദൃശ്യമായ ഒരു ഒഴുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുളിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്നത് ശരീരത്തിന്റെ ഒരു സാധാരണ പെരുമാറ്റം മാത്രമല്ല, മറിച്ച് അത് നമുക്ക് ആഴത്തിലുള്ള ഒരു പാഠം നൽകുന്നുവെന്ന് ഇതുവരെ നമ്മൾ കണ്ടു. വിട്ടുകളയുന്നതിന്റെ കല, ഭാരത്തിൽ നിന്ന് മുക്തമാകുന്നതിന്റെ കല. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയി ഈ അനുഭവം ആത്മാവിന്റെ യാത്രയുമായും യോഗാനന്ദന്റെ പഠനങ്ങളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ശരീരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ മനസ്സിന് പെട്ടെന്ന് ശാന്തത കൈവരുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ മിക്ക സംസ്കാരങ്ങളിലും കുളി അഥവാ ജലത്തിന്റെ ഉപയോഗം ശുദ്ധീകരണത്തിന്റെ പ്രതീകമായി കാണുന്നത് ഇതുകൊണ്ടാണ്. ഗംഗാസ്നാനമായാലും ക്രിസ്തുമതത്തിലെ സ്നാനമായാലും സൂഫി പാരമ്പര്യമായാലും വെള്ളം എപ്പോഴും ആത്മാവിന്റെയും ശരീരത്തിന്റെയും ശുദ്ധീകരണ മാധ്യമമാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് ശരീരത്തെ ഭാരം കുറഞ്ഞതാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നത് വെറുമൊരു യാദൃച്ഛികതയല്ല. വെള്ളം കേവലം പുറമേയുള്ള ശുദ്ധീകരണം മാത്രമല്ല, അത് നമ്മുടെ ഊർജ്ജത്തെയും സന്തുലിതമാക്കുന്നുവെന്ന് യോഗാനന്ദൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസം ലഭിക്കുന്നു. ഞരമ്പുകളുടെ പിരിമുറുക്കം കുറയുന്നു, പേശികൾ അയയുന്നു, മനസ്സിന്റെ ഭാരം കുറയുന്നു. ഈ അയഞ്ഞ അവസ്ഥയിൽ ശരീരം സ്വാഭാവികമായി ഭാരം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ആ നിമിഷത്തിൽ മൂത്രമൊഴിക്കുന്നത് വളരെ സ്വാഭാവികമാകുന്നത്. ജീവിതത്തിൽ സമാധാനവും വിശ്രമവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഭാരങ്ങൾ തനിയെ ഇല്ലാതാകുമെന്ന് ഇത് നമ്മോട് പറയുന്നു. നിങ്ങൾ അതിനായി നിർബന്ധം പിടിക്കേണ്ടതില്ല. ഇതാണ് ആത്മീയതയുടെ സാരം. ബലപ്രയോഗത്തിലൂടെയല്ല, സ്വാഭാവികതയിലൂടെ സ്വതന്ത്രരാവുക. മനുഷ്യൻ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അവൻ പിരിമുറുക്കത്തിലായിരിക്കുമെന്ന് പരമഹംസ യോഗാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ അവൻ പ്രകൃതിയുടെ ഒഴുക്കിനെ അംഗീകരിക്കുമ്പോൾ ജീവിതം എളുപ്പമാകുന്നു. കുളിക്കുമ്പോൾ ഈ ചെറിയ പ്രവൃത്തിയെ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് നേരിട്ട് നൽകുന്ന സന്ദേശമെന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. വിട്ടുകളയാൻ പഠിക്കൂ. ജീവിതം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ അനുഭവം ശാരീരികം മാത്രമല്ല, ഇത് മാനസികവും ആത്മീയവുമാണ്. ശരീരം വിസർജിക്കുമ്പോൾ അത് വാസ്തവത്തിൽ ഉള്ളിൽ അടിഞ്ഞുകൂടിയ സമ്മർദ്ദത്തെ പുറന്തള്ളുകയാണ്. അതുപോലെ മനസ്സ് അതിന്റെ ദുഃഖങ്ങളും ഭയങ്ങളും കുറ്റബോധങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ആത്മാവ് ഭാരം കുറഞ്ഞതാകുന്നു. ആത്മാവിന് ഭാരം കുറയുമ്പോൾ മാത്രമേ അതിന് പറന്നുയരാൻ കഴിയൂ. അപ്പോഴാണ് അതിന് ദൈവികതയുമായി ബന്ധപ്പെടാൻ കഴിയുന്നത്. ഇനിയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ദിവസവും കുളിക്കുന്നത് വെറുമൊരു ശാരീരിക ആവശ്യമായി കണ്ടു ചെയ്താൽ അതിൽ യാതൊരു പ്രത്യേകതയും ഉണ്ടാകില്ല. എന്നാൽ ഓരോ തവണയും ഇത് ശരീരത്തെ വൃത്തിയാക്കൽ മാത്രമല്ല, ഉള്ളിലെ ശുദ്ധീകരണം കൂടിയാണെന്ന് കരുതി കുളിച്ചാൽ ക്രമേണ ഈ പ്രവൃത്തി ഒരു ധ്യാനമായി മാറും. ധ്യാനത്തിൽ ശരീരം അതിന്റെ സ്വാഭാവിക പ്രക്രിയകൾ ചെയ്യുമ്പോൾ അതിലും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അസാധാരണമായ എന്തെങ്കിലും വലിയ സംഭവം നടക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കൂ എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥ അത്ഭുതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നവയാണെന്ന് യോഗാനന്ദൻ പറഞ്ഞു. നമ്മളത് കാണാൻ പഠിക്കുന്നില്ല എന്ന് മാത്രം. വെള്ളത്തിന്റെ ഒരു ചെറിയ ധാര നിങ്ങളുടെ ശരീരത്തിന് സമാധാനം നൽകുമ്പോൾ, ശരീരം സ്വാഭാവികമായി അതിന്റെ ഭാരം ഉപേക്ഷിക്കുമ്പോൾ, അതും ഏതൊരു വലിയ സംഭവത്തെയും പോലെ വലിയൊരു അത്ഭുതമാണ്. വ്യത്യാസം ഇത്രമാത്രമാണ്: നമ്മൾ വലിയ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയും ചെറിയ അത്ഭുതങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവത്തെയും നമ്മൾ ആഴത്തിൽ നോക്കിയാൽ ജീവിതം മുഴുവൻ ധ്യാനത്തിന്റെയും ആനന്ദത്തിന്റെയും ഉപകരണമായി മാറാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും സാധ്യമാണ്. അതുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയെയും സാധനയാക്കി മാറ്റണമെന്ന് യോഗാനന്ദൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോഴും ധ്യാനിക്കുക, കുളിക്കുമ്പോഴും ധ്യാനിക്കുക, നടക്കുമ്പോഴും ധ്യാനിക്കുക. കാരണം ധ്യാനമെന്നാൽ പൂർണ്ണമായ ബോധവൽക്കരണമാണ്. ഈ അനുഭവത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ നോക്കിയാൽ ഇത് ശരീരത്തിന്റെയും മനസ്സിന്റെയും കാര്യം മാത്രമല്ല, ആത്മാവിന്റെ യാത്രയുടെ പ്രതീകം കൂടിയാണെന്ന് മനസ്സിലാകും. ആത്മാവ് ഈ ലോകത്തേക്ക് വരുമ്പോൾ അത് ശരീരത്തിന്റെ ഭാരം ചുമക്കുന്നു. ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഭാരം ചുമക്കുന്നു. ആഗ്രഹങ്ങളുടെ ഭാരം, ഭയത്തിന്റെ ഭാരം, ബന്ധങ്ങളുടെ ഭാരം. എന്നാൽ വിട്ടുകളയാൻ പഠിക്കുമ്പോഴാണ് ആത്മാവിന്റെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. കുളിക്കുമ്പോൾ ശരീരം ഭാരം ഉപേക്ഷിക്കുന്നതുപോലെ സാധനയിൽ ആത്മാവ് അതിന്റെ എല്ലാ ഭാരങ്ങളും ഉപേക്ഷിക്കുന്നു. ആത്മാവ് പൂർണ്ണമായും ഭാരമുക്തമാകുമ്പോഴാണ് അത് അതിന്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയുന്നത്.
ഈ കാര്യം മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു സന്യാസിയും ശിഷ്യനും കൂടി യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വഴിയിൽ അവർക്കൊരു നദി കടക്കണമായിരുന്നു. അവിടെ നദി കടക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ തനിച്ചായ ഒരു സ്ത്രീ നിന്നിരുന്നു. സന്യാസി അവളെ തന്റെ മുതുകിലേറ്റി നദി കടത്തിവിട്ടു. തങ്ങളുടെ നിയമപ്രകാരം സ്ത്രീകളെ സ്പർശിക്കുന്നത് വിലക്കപ്പെട്ടതിനാൽ ശിഷ്യൻ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. നദി കടന്ന ശേഷം സന്യാസി ആ സ്ത്രീയെ താഴെയിറക്കി അവർ യാത്ര തുടർന്നു. എന്നാൽ ഗുരു എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ശിഷ്യൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൻ ചോദിച്ചു, ഗുരുദേവ, അങ്ങ് എന്തിനാണങ്ങനെ ചെയ്തത്? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ നദിക്കക്കരെ ഇറക്കിവിട്ടു. പക്ഷെ നീ ഇപ്പോഴും അവളെ നിന്റെ മനസ്സിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. വിട്ടുകളയുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. കുളിക്കുന്ന ആ ചെറിയ അനുഭവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ശരീരം സ്വാഭാവികമായി ഭാരമിറക്കി വയ്ക്കുമ്പോൾ മനസ്സും അതിന്റെ ഭാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വൃത്തിയാക്കണമെന്ന് ഓർമ്മിച്ചാൽ ജീവിതം എത്ര ഭാരം കുറഞ്ഞതാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കുളിക്കുമ്പോഴെല്ലാം വെള്ളത്തിന്റെ ഓരോ തുള്ളിയും അനുഭവിക്കുക. അത് നിങ്ങളുടെ സങ്കടത്തെയും ക്ഷീണത്തെയും ഭയത്തെയും കഴുകിക്കളയുകയാണെന്ന് ചിന്തിക്കുക. ശരീരം സ്വാഭാവികമായി മൂത്രമൊഴിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. ജീവിതം നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഉപേക്ഷിക്കൂ, സ്വതന്ത്രരാകൂ. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങളിൽ പോലും ഈശ്വരന്റെ സാന്നിധ്യം നാം കാണുമ്പോൾ നാം ഒരിക്കലും തനിച്ചാവില്ലെന്ന് യോഗാനന്ദൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ സംഭവവും, ഓരോ പ്രവൃത്തിയും, ഓരോ ശ്വാസവും നമ്മെ ഈശ്വരനിലേക്ക് നയിക്കുന്നതായി നമുക്ക് തോന്നും. അതുകൊണ്ടാണ് കുളിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്നത് ഒരു രോഗമല്ല, അതൊരു അത്ഭുതമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ ഒരു സംഭവവും ചെറുതല്ലെന്ന് ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ അനുഭവം വെറുമൊരു ചിരിക്കുള്ള വകയാണോ അതോ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണോ നമുക്ക് നൽകുന്നത്? നമ്മൾ സ്വാഭാവികതയെ സ്വീകരിക്കുമ്പോൾ പ്രകൃതി തന്നെ നമ്മെ ഭാരമുക്തരാക്കുമെന്ന് ഇത് നമ്മോട് പറയുന്നില്ലേ? ശരീരം ഭാരം കുറയുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ഭാരം കുറഞ്ഞതാക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഈ സാധാരണ അനുഭവം നമ്മുടെ ആത്മീയ സാധനയ്ക്ക് എങ്ങനെ ആഴം നൽകുമെന്നും ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്നും ഇനി നമ്മൾ മനസ്സിലാക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും വലിയ സംഭവങ്ങളുടെ ആവശ്യമില്ല. ചിലപ്പോൾ ഏറ്റവും ചെറിയ സംഭവങ്ങൾ തന്നെ നമ്മെ ആത്മാവിന്റെ യഥാർത്ഥ വെളിച്ചം കാണാൻ കഴിയുന്ന വാതിലുകളിലേക്ക് എത്തിക്കുന്നു. കുളിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്നത് പോലെയുള്ള സാധാരണ സംഭവങ്ങൾ എത്രത്തോളം അത്ഭുതകരമാണെന്നും എന്തുകൊണ്ടാണ് യോഗാനന്ദൻ അതിനെ അത്ഭുതമെന്ന് വിളിച്ചതെന്നും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. ഈ സംഭവം നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളെ എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്നും ഈ അനുഭവം എങ്ങനെ നമ്മുടെ സാധനയുടെ പാതയെ ലളിതവും മനോഹരവുമാക്കുന്നുവെന്നും ഈ ഭാഗത്തിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കും. കുളിക്കുമ്പോൾ നാം ആ സ്വാഭാവികത അനുഭവിക്കുമ്പോൾ ശരീരത്തിന് ഭാരം കുറയുക മാത്രമല്ല, ആന്തരികമായൊരു സൂചന കൂടി ലഭിക്കുന്നു. ജീവിതത്തിന്റെ ഒഴുക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനൊപ്പം ഒഴുകാൻ നാം പഠിക്കണമെന്നും ഈ സൂചന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, വെള്ളം എപ്പോഴും ഒഴുകുന്നു. അത് ഒരിക്കലും നിൽക്കുന്നില്ല. അത് നിശ്ചലമായാൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ജീവിതത്തെ ഒഴുകാൻ അനുവദിക്കുമ്പോൾ, ഭാരങ്ങൾ ഉപേക്ഷിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമേ അത് പുതുമയോടെ നിലനിൽക്കൂ. അതുകൊണ്ടാണ് ശരീരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിന്റെ ഭാരം ഉപേക്ഷിക്കുന്നത്. ഒഴുക്കാണ് ജീവിതമെന്നും നിശ്ചലത മരണമാണെന്നുമുള്ള പ്രകൃതിയുടെ ആഴത്തിലുള്ള സന്ദേശമാണിത്. നിങ്ങൾ കുളിക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഭാരം ഉപേക്ഷിക്കുന്നത് കേവലം ഒരു ശാരീരിക ആശ്വാസമല്ല എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലും ആ ഒഴുക്ക് നിലനിർത്തണമെന്നതിന്റെ പ്രതീകമാണിത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെയും ദുഃഖങ്ങളെയും ഭയങ്ങളെയും ഉള്ളിൽ പിടിച്ചുവെക്കാറില്ലേ? നമ്മൾ അവയെ ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ അവ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിക്കുന്നതുപോലെ, ശരീരം ഭാരം ഉപേക്ഷിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിന്റെ ഭാരവും നാം ഉപേക്ഷിക്കണമെന്ന പാഠമാണ് കുളിയുടെ ഈ സാധാരണ അനുഭവത്തിൽ മറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതുവരെ ആത്മാവിന്റെ വെളിച്ചം കാണാൻ കഴിയില്ലെന്ന് യോഗാനന്ദൻ പറഞ്ഞിരുന്നു. മനസ്സിന്റെ ശുദ്ധീകരണം എന്നാൽ പഴയ മുറിവുകൾ, പഴയ ഭയങ്ങൾ, ബന്ധനങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക എന്നതാണ്. ഈ സാധാരണ അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദിവസവും ജീവിക്കുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ മനസ്സിനെയും ഭാരം കുറയ്ക്കാൻ നിങ്ങൾ പഠിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ശരീരം സ്വാഭാവികമായി ഭാരം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കതിനെ മനസ്സിലേക്ക് തിരിച്ചുവിടാം. ശരീരത്തിന് ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ മനസ്സിന്റെ ഭാരവും ഉപേക്ഷിക്കാമെന്ന് പറയാം. വിട്ടുകളയുന്നത് എപ്പോഴും നമ്മെ സ്വതന്ത്രരാക്കുമെന്നും പിടിച്ചുവെക്കുന്നത് നമ്മെ എപ്പോഴും ബന്ധിപ്പിക്കുമെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ഓർമ്മകളായാലും ബന്ധങ്ങളിലെ പ്രതീക്ഷകളായാലും അഹങ്കാരമായാലും നമ്മൾ ഒന്നിനെ മുറുകെ പിടിക്കുമ്പോൾ നാം ബന്ധിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ അത് ഉപേക്ഷിച്ചാലുടൻ ഒരു ലഘുത്വം അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് യോഗ പാരമ്പര്യത്തിൽ ത്യാഗത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ത്യാഗം എന്നാൽ സാധനങ്ങൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല, ഉള്ളിലെ ഭാരം ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്.
കുളി പോലെയുള്ള ഒരു സാധാരണ അനുഭവത്തിൽ നിന്ന് ഈ പാഠം നമുക്ക് ലഭിക്കാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ആത്മീയത എന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണെന്നും അതിനായി നമ്മൾ മലകളിൽ പോകണമെന്നും അല്ലെങ്കിൽ കഠിനമായ തപസ് ചെയ്യണമെന്നും. എന്നാൽ യഥാർത്ഥ ആത്മീയത ദൈനംദിന ജീവിതത്തിലാണുള്ളതെന്ന് യോഗാനന്ദൻ പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, നടക്കുക, കുളിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും ബോധപൂർവം ചെയ്താൽ അത് ധ്യാനമായി മാറുന്നു. ധ്യാനത്തിൽ നമ്മൾ ശരീരത്തിന്റെ ഓരോ സംവേദനവും നോക്കുമ്പോൾ ശരീരം എത്രത്തോളം ബുദ്ധിപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഓരോ തവണയും ജീവിതത്തിന്റെ ആഴത്തിലുള്ള സന്ദേശം നമുക്ക് നൽകുന്നു. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കുളിക്കുമ്പോൾ ശാന്തമായി നിൽക്കുകയും ശരീരം മൂത്രമൊഴിക്കുകയും ചെയ്യുമ്പോൾ അത് ശരീരത്തിന്റെ സ്വാഭാവിക ബുദ്ധിയാണ്. ഭാരം ഇറക്കിവെക്കാനുള്ള ശരിയായ സമയമാണിതെന്ന് അതിനറിയാം. നമ്മുടെ ജീവിതത്തിലും ശരിയായ സമയത്ത് നമ്മൾ ഭാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഉപേക്ഷിക്കാൻ സമയമായിട്ടും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെയും മുറുകെ പിടിക്കാറുണ്ട്. അങ്ങനെ പിടിച്ചുവെക്കുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു. എന്നാൽ ശരിയായ സമയത്ത് സ്വാഭാവികമായി വിട്ടുകളയാൻ ശരീരം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ താളം. മനുഷ്യന്റെ ഏറ്റവും വലിയ മിഥ്യാധാരണ അവൻ സ്വയം ശരീരമാണെന്ന് കരുതുന്നതാണെന്ന് യോഗാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ താൻ വെറും ശരീരമല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. ശരീരം ഒരു ഉപകരണം മാത്രമാണ്, ആത്മാവിന്റെ യാത്രയ്ക്കുള്ള ഒരു വാഹനം. കുളിക്കുമ്പോൾ ശരീരം ചെയ്യുന്ന പ്രവൃത്തികൾ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മോക്ഷമാണെന്ന് ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ അനുഭവത്തെ മറ്റൊരു കോണിൽ നിന്ന് നോക്കാം. നിങ്ങൾ കുളിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളെയും സ്പർശിക്കുന്നു. അത് വെറുതെ അഴുക്ക് കഴുകുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലെ സമ്മർദ്ദങ്ങളെയും അത് ഒഴുക്കിക്കളയുന്നു. അതേസമയം ശരീരം മൂത്രമൊഴിക്കുമ്പോൾ അത് ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമാകുന്നു. ഇത് ശാരീരികമായ ശുദ്ധീകരണം മാത്രമല്ല, മാനസികവും ഊർജ്ജസ്വലവുമായ ശുദ്ധീകരണം കൂടിയാണ്. ശരീരത്തിന്റേതായാലും മനസ്സിന്റേതായാലും ആത്മാവിന്റേതായാലും ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്തുമ്പോൾ നമ്മൾ ഭാരം കുറഞ്ഞവരാകുമെന്നും ആ ലഘുത്വമാണ് ആനന്ദത്തിന്റെ വാതിലെന്നും ഇത് നമ്മോട് പറയുന്നു. ഏതെങ്കിലും ഭാരത്തിൽ നിന്ന് മോചിതനാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു ജോലി പൂർത്തിയാക്കിയതിനു ശേഷമോ, പഴയൊരു പ്രശ്നം പരിഹരിച്ചതിനു ശേഷമോ, അല്ലെങ്കിൽ ഒരു പഴയ ഭയം ഉപേക്ഷിച്ചതിനു ശേഷമോ ഉണ്ടാകുന്നതുപോലെ. ഈ സന്തോഷം പുറത്തുനിന്ന് എവിടെ നിന്നും വരുന്നതല്ല, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. കുളിയുടെ ഈ ചെറിയ അനുഭവത്തിലും അതേ സന്തോഷം മറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് അവഗണിക്കുന്നു. ഓരോ തവണയും നമ്മളത് അനുഭവിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും നമ്മോടൊപ്പം സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇതാണ് യോഗാനന്ദന്റെ പഠനം. ജീവിതം ബോധപൂർവം ജീവിക്കുക. നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ ഓരോ നിമിഷവും ദൈവികത നിറഞ്ഞതായിരിക്കും. കുളിക്കുന്ന അനുഭവവും കഴിക്കുന്ന അനുഭവവും ഉറങ്ങുന്ന അനുഭവവും ഓരോ നിമിഷവും ദൈവികത നിറഞ്ഞതാകുമ്പോൾ ജീവിതവും സാധനയും വ്യത്യസ്തമല്ല, രണ്ടും ഒന്നായി മാറുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ശ്രദ്ധയോടെ നോക്കിയാൽ എന്ത് സംഭവിക്കും? ക്രമേണ നമ്മുടെ മനസ്സും വിട്ടുകളയാൻ പഠിക്കും. പതിയെ നമ്മുടെ ആത്മാവിനും ഭാരം കുറയാൻ തുടങ്ങും. ആത്മാവിന് ഭാരം കുറയുമ്പോൾ അത് മുകളിലേക്ക് ഉയരും. ഈ ചെറിയ അനുഭവം ആത്മാവിന്റെ പറക്കലിന്റെ സൂചന നമുക്ക് നൽകുന്നു. ജീവിതത്തിൽ എങ്ങനെ മോക്ഷം ലഭിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. വിട്ടുകളയാൻ പഠിക്കുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നായിരുന്നു യോഗാനന്ദന്റെ ഉത്തരം. ശരീരത്തിന്റെ ഓരോ സ്വാഭാവിക പ്രവൃത്തിയും ഈ വിട്ടുകളയൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരമില്ലാതെ, ഭയമില്ലാതെ ശരീരം എത്ര സ്വാഭാവികമായാണ് വിട്ടുകളയുന്നതെന്ന് നോക്കൂ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ഭയവും അഹങ്കാരവും ഉപേക്ഷിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകൂ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കുളിക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഭാരമിറക്കി വയ്ക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. അതൊരു വലിയ ജീവിത സന്ദേശമായി കാണുക. വിട്ടുകളയുന്നത് ദൗർബല്യമല്ല, അതാണ് ഏറ്റവും വലിയ ശക്തി എന്ന സന്ദേശം. ഓരോ തവണ ഭാരം ഉപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ ഭാരം കുറയുമെന്നും ആ ലഘുത്വം നിങ്ങളെ ആത്മാവിലേക്ക് നയിക്കുമെന്നുമുള്ള സന്ദേശം. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഒഴുക്ക് തുടർന്നുകൊണ്ട് ഈ അനുഭവം എങ്ങനെ വ്യക്തിപരമായ സാധനയെ ആഴമുള്ളതാക്കുക മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളെയും സമൂഹത്തെയും മുഴുവൻ മാറ്റാൻ ശക്തിയുള്ളതാണെന്നും നമ്മൾ പരിശോധിക്കും. കാരണം ഒരു മനുഷ്യൻ വിട്ടുകളയാൻ പഠിക്കുമ്പോൾ അവൻ മാത്രമല്ല മാറുന്നത്, മറിച്ച് അവന് ചുറ്റുമുള്ള ലോകം മുഴുവൻ മാറുന്നു. ഇതൊരു സാധാരണ ശാരീരിക പ്രക്രിയ മാത്രമായിരുന്നെങ്കിൽ യോഗാനന്ദനെപ്പോലൊരു മഹാനായ യോഗി ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകുമായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന് ജീവിതത്തിലെ ഒരു അനുഭവവും ചെറുതായിരുന്നില്ല. ഓരോ നിമിഷത്തിലും അദ്ദേഹം ഈശ്വരനെ കണ്ടു. ഓരോ സംവേദനത്തിലും ആത്മാവിന്റെ സന്ദേശം കണ്ടെത്തി. അതുകൊണ്ടാണ് കുളിക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഭാരം ഇറക്കിവെക്കുന്നത് ഒരു അത്ഭുതമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഭാരം ഇറക്കിവെക്കുക, ഭാരം കുറയ്ക്കുക, സ്വതന്ത്രരാകുക എന്നതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ് അത് അത്ഭുതമാകുന്നത്. ജീവിതം വിജയകരമാക്കാൻ നാം ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതുണ്ടെന്ന് മനുഷ്യരായ നാം പലപ്പോഴും ചിന്തിക്കുന്നു. സമ്പത്ത്, പ്രശസ്തി, അധികാരം.
എന്നാൽ ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഓട്ടത്തിലേർപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഭാരങ്ങൾ ഉള്ളിൽ ശേഖരിക്കുന്നു. ഈ ഭാരം നമ്മുടെ ആത്മാവിനെ താഴേക്ക് വലിക്കുന്നു. ഈ ഭാരം ഉപേക്ഷിക്കാത്ത കാലത്തോളം യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സമാധാനവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കുളിക്കുമ്പോൾ ശരീരം എല്ലാ ദിവസവും നമുക്ക് ഈ സന്ദേശം നൽകുന്നു: ഉപേക്ഷിക്കുക, സ്വതന്ത്രരാകുക. ഈ സാധാരണ അനുഭവം ഒരു ധ്യാനമായി നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ തവണ കുളിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ ഈ വെള്ളം വെറുതെ അഴുക്ക് കഴുകുക മാത്രമല്ല, നമ്മുടെ സങ്കടങ്ങളും ആശങ്കകളും ഭയങ്ങളും കഴുകിക്കളയുകയാണെന്ന് നാം സങ്കൽപ്പിക്കണം. ശരീരം സ്വാഭാവികമായി മൂത്രമൊഴിക്കുമ്പോൾ ഇത് ശാരീരികമായ ഭാരം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ ഭാരം ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകമായി നാം കാണണം. ക്രമേണ ഈ ലളിതമായ അനുഭവം നമുക്ക് ആഴത്തിലുള്ള ധ്യാനമായി മാറും. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി പിടിച്ചു നിർത്തുന്നതിലല്ല, വിട്ടുകളയുന്നതിലാണെന്ന് ഈ ധ്യാനം നമ്മെ പഠിപ്പിക്കും. പിടിച്ചു നിർത്തുന്നത് എപ്പോഴും നമ്മെ ബന്ധിപ്പിക്കുന്നു, വിട്ടുകളയുന്നത് എപ്പോഴും നമ്മെ സ്വതന്ത്രരാക്കുന്നു. നമ്മൾ വിട്ടുകളയുമ്പോൾ വെറും ഭാരം മാത്രമല്ല ഉപേക്ഷിക്കുന്നത്, നമ്മുടെ അഹങ്കാരവും പരിമിതികളും ഭയങ്ങളും നാം ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തിളങ്ങാൻ തുടങ്ങും. ഇതാണ് മോക്ഷം. ഈശ്വരനിലേക്കുള്ള വഴി പുറത്തെവിടെയുമല്ലെന്നും അത് നമ്മുടെ ഉള്ളിലാണെന്നും, നമ്മുടെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും ഭാരം നീക്കുമ്പോൾ മാത്രമേ ഉള്ളിലേക്കുള്ള വഴി വ്യക്തമാകൂ എന്നും പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സാധാരണ അനുഭവങ്ങളെപ്പോലും സാധനയുടെ ഭാഗമാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ധ്യാനിക്കുക, നടക്കുമ്പോൾ ധ്യാനിക്കുക, കുളിക്കുമ്പോൾ ധ്യാനിക്കുക. കാരണം ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ദൈവികാനുഭവമായി മാറും. ഈ അനുഭവം വ്യക്തിപരമായ സാധനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. നാം അത് ആഴത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അത് നമ്മുടെ ബന്ധങ്ങളെയും സമൂഹത്തെയും മാറ്റിമറിക്കും. ഒരു മനുഷ്യൻ വിട്ടുകളയാൻ പഠിക്കുമ്പോൾ അവൻ ബന്ധങ്ങളിലെ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നു. പ്രതീക്ഷകൾ മാറുമ്പോൾ സ്നേഹം തനിയെ വെളിപ്പെടുന്നു. സ്നേഹം വരുമ്പോൾ ബന്ധങ്ങൾ മനോഹരമാകുന്നു. കുളിയുടെ ഈ ചെറിയ അനുഭവം നൽകുന്ന സന്ദേശമാണിത്. പിടിച്ചുവെക്കുന്നതല്ല, വിട്ടുകളയുന്നതാണ് ജീവിതമെന്ന് ഓരോ മനുഷ്യനും പഠിച്ചാൽ ലോകം എത്ര മനോഹരമാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ആളുകൾ പരസ്പരം പോരടിക്കുകയല്ല, പരസ്പരം സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുക. സമൂഹത്തിൽ വെറുപ്പിന് പകരം കാരുണ്യമുണ്ടാകും. ഇതാണ് ഈ അനുഭവത്തിന്റെ വലിയ സന്ദേശം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുളിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്നത് ഒരു രോഗമല്ല, അതൊരു അത്ഭുതമാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാൻ നാം പഠിക്കണമെന്ന് ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും ആത്മാവിനെയും വിട്ടുകളയാൻ. ഈ വിട്ടുകളയലാണ് നമ്മുടെ ഭാരം കുറയ്ക്കുന്നത്. ഈ വിട്ടുകളയലാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. ഈ വിട്ടുകളയലാണ് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ഈ സാധാരണ അനുഭവത്തെ നമ്മുടെ സാധനയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം മുറുകെ പിടിക്കുന്നതിലല്ല, മറിച്ച് വിട്ടുകളയുന്നതിലാണെന്ന് എല്ലാ ദിവസവും ഓർക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ഭാരം കുറയും, നിങ്ങളുടെ ബന്ധങ്ങൾ മനോഹരമാകും, നിങ്ങളുടെ ആത്മാവ് പറന്നുയരാൻ തുടങ്ങും. ഇതാണ് യോഗാനന്ദന്റെ സന്ദേശം. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അത്ഭുതം. ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രചോദനം ലഭിച്ചെങ്കിൽ ഇത് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. മറ്റാളുകളിലേക്കും ഇതെത്തിക്കുക. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുവഴി ഭാവിയിൽ വരുന്ന കൂടുതൽ ജീവിതം മാറ്റുന്ന ചിന്തകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഓർക്കുക, ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു അത്ഭുതമാണ്. അത് കാണാനുള്ള കാഴ്ചപ്പാട് മാത്രമാണ് നമുക്ക് വേണ്ടത്. കാഴ്ചപ്പാട് മാറുമ്പോൾ ജീവിതം മുഴുവൻ മാറുന്നു. നന്ദി.